അപ്പോൾ തുണിയെടുക്കുമ്പോൾ ഞങ്ങൾ കോട്ടണായിട്ടുള്ള ഒരു തുണി എടുക്കണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലൈനിങ് പീസ് എന്ന് കിട്ടും ക്ലോത്ത് കടയിൽ, ട്രേഡിങ് സെൻറ്ററിൽ ഇത് ലൈനിങ് പീസ് എന്ന് കിട്ടും. ആ പീസിനെ മേടിച്ച് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഞാനിതൊരു ക്ലോത്ത് ഉണ്ട്, ഈ ക്ലോത്തിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു, ഇങ്ങനെ മടക്കി ഇതിനെ ഞങ്ങൾക്കിപ്പോൾ ഒരു ക്ലോത്തായി 2 ക്ലോത്ത് വേണം. ഇതിലേക്ക് 2 ക്ലോത്ത് വേണം. ഞാൻ നിങ്ങൾക്ക് 2 ഫോൾഡായിട്ട് കട്ടിങ് ചെയ്യാൻ കാണിക്കൂല. ഒരു ക്ലോത്ത് ചെയ്തു, അതുപോലെ 2 പീസും വേണം. ഇപ്പോൾ ഞാനിതിനെ, ഇത് ഫോൾഡ് ഉണ്ട്, ഇത് ഫോൾഡുള്ള ഭാഗം, മടക്കിയിട്ടുള്ള ഭാഗം ഇവിടേക്ക് ഇത് വെച്ചു. ഇനി വെച്ചിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്യാം. ഇത് പെൻസിൽ കൊണ്ടിട്ട് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണുന്നില്ല, വേണ്ട, ഞാൻ മാർക്കിംഗ് ചോക്കിലെ ചെയ്യും, കാണും പോലെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തു. ഇനി കട്ട് ചെയ്യാം. ഇതുപോലെ ഞങ്ങൾക്ക് 2 പീസ് വേണം. 2 പീസ് വേണം. അപ്പോൾ ഞാൻ അതേപോലെ കുറച്ച് വലിയ തുണി എടുത്തിട്ടുണ്ട്. ഞാൻ വെച്ചു, സെയിമായിട്ട് ഇത് വെച്ചിട്ട് ഇതിലേക്ക് ഞങ്ങൾ പിൻസ് ഇടണം. സൈഡ് റൗണ്ടായിട്ട് പിൻസ് ഇടണം. ഞാൻ പിൻസ് ഇടുന്നതുണ്ട്, പിൻസ് ഇടാം. ഇപ്പോൾ 3 പിൻസ് ഇട്ടു. നിങ്ങൾ ക്ലോത്ത് അങ്ങോട്ടിങ്ങോട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടുന്നതാണത്. അപ്പോൾ ഇതുപോലെ ഇട്ടാൽ നോക്കി 1 2 3 4 പിൻസ് ഇട്ടു. ഇതുപോലെ ഇട്ടാൽ അനങ്ങൂല. അപ്പോൾ നിങ്ങൾക്ക് കട്ടിങ് ചെയ്യാൻ ഈസി ആവും, എളുപ്പത്തിൽ കട്ടിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത് ആയിട്ട് കട്ടിങ് ചെയ്യാം. ഇത് കട്ടിങ് ചെയ്തു. ഇതൊന്ന് എടുത്തല്ലേ, ഇനി ഞങ്ങൾ ഇതിലേക്ക് ഇതൊന്ന് എടുത്ത് വെച്ചു, ഇതെടുത്ത് വെച്ചു. ഇതിൻ്റെ സൈഡിലേക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കളറിൽ ഞാനൊരു പീസ് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം. ഇതൊരു പീസാണ്. അപ്പോൾ ഈ പീസിൽ ഞങ്ങൾ ഇതിൻ്റെ സൈഡിലേക്ക്, ഈ ക്ലോത്തിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ വെക്കാൻ സ്ട്രൈറ്റ് പീസ് എടുത്താൽ അത് നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു പീസിൻ്റെ, ഇത് സ്ക്വയർ ഒരു പീസ് ഉണ്ട് എൻ്റെ അടുത്ത്. ഞങ്ങൾക്ക് സ്ക്വയർ ഒരു പീസ് ഇല്ലെങ്കിലും ഏത് പീസാണെങ്കിലും ഞങ്ങൾ എടുക്കുമ്പോൾ ക്രോസായിട്ട് സ്കെയിൽ വെക്കണം. അപ്പോൾ ക്രോസായിട്ട് സ്കെയിൽ വെച്ചു. ഇനി ക്രോസായിട്ട് ഒരു ലൈൻ ഇട്ടു. പിന്നെ 1 ഇഞ്ച് അളവിൽ ഞങ്ങൾ 2 സൈഡും ഇതുപോലെ മാർക്ക് ചെയ്യണം. ഇവിടെയും താഴെയും മുകളിലും 2 സൈഡും മാർക്ക് ചെയ്ത് ഇതുപോലെ ഓരോരോ ഇഞ്ചിൽ ഒരു 4 പീസ് കട്ട് ചെയ്യണം. മാർക്ക് ചെയ്ത് 4 പീസ് ഇതുപോലെ കട്ട് ചെയ്യണം. വീഡിയോ ലെങ്ത്ത് കൂടും, അത് കൊണ്ടിട്ട് ഞാൻ സ്റ്റോപ്പാക്കി നോക്കാം. മാർക്ക് ചെയ്തു ഇതുപോലെ 4
പീസിൻ്റെ മാർക്ക് ചെയ്തു. ഇത് 1 2 3 4 പീസുണ്ട്. ഇനി മാർക്ക് ഇതുപോലെ ഓരോരോ ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇതിനെ കട്ട് ചെയ്യണം ഞങ്ങൾ. ഓക്കെ, കട്ട് ചെയ്തു. ഇനി കട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഞങ്ങളുടെ കത്രി ഉണ്ടല്ലേ, അത് ഷാർപ്പായിരിക്കണം. ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം, നമ്മുടെ കത്രി എപ്പോഴും ഷാർപ്പായിരിക്കണം. ഒരു ടൈലർ ആണെങ്കിൽ ആ ടൈലറിൻ്റെ മെയിൻ പാർട്ടാണ് നമ്മുടെ കത്രി. ആ കത്രി ഷാർപ്പില്ലെങ്കിൽ നമ്മുടെ വർക്കൊന്നും ഷാർപ്പാവില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾ നമ്മുടെ കത്രി ഷാർപ്പ് വെക്കണം. നല്ല കത്രി യൂസ് ചെയ്യണം. ടൈലറിങ്, സ്റ്റിച്ചിങ്, കട്ടിങ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നല്ല കത്രി ഞങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ 4 പീസായി.